Hello friends. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് ഒരു തേങ്ങ ചമ്മന്തി ആയിട്ടാണ്. ഈ തേങ്ങ ചമ്മന്തി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയുമാണ് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/4 മുറിയോളം ഉണ്ടാവും. നല്ല ഫ്രഷ് തേങ്ങയാണ്. അടുത്തത് 3 ചെറിയുള്ളി, കറിവേപ്പില, 2 വറ്റൽമുളക്, ആവശ്യത്തിന് കടുക്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ മുളക് പൊടി, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി എടുക്കുമ്പോൾ കൂടുതൽ ചേർക്കുന്നതും നമ്മുടെ ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടുതലാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഇത് നമുക്ക് വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് 2 വറ്റൽമുളക് കീറിയത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറ്റൽമുളക് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അടുത്തത് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ ചമ്മന്തിക്കൊക്കെ കറിവേപ്പില എപ്പോഴും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കറിവേപ്പില ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സും ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ മിക്സ് ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ എരിവും ഉപ്പും പാകത്തിനാണോ എന്ന് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ മിക്സ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് പുളി വേണമെങ്കിൽ ഈ തേങ്ങയുടെ മിക്സ് ചതയ്ക്കണ സമയത്ത് അതിൻ്റെ ഒപ്പം ഒരു കഷ്ണം പുളിയും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇനി ഇത് ഒരു 1-1.5 മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ ഒപ്പമൊക്കെ ഇപ്പോൾ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകളുമായി ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു.